പ്രിയപ്പെട്ട എല്ലാവർക്കും റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയ, നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു റീയൂണിയനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് പ്രകൃതി വീണ്ടും ഒരു ഒത്തുചേരലിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോസിബിലിറ്റീസ് തരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ആ വ്യക്തിയെ ഒന്ന് ശരിക്കും മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്ന ടൈമിലുള്ള ആ ഒരു ഊർജ്ജത്തെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസ്സെല്ലാം ശാന്തമാക്കി വെച്ച് ഒരു 3 ദീർഘനിശ്വാസം എടുക്കുക. നമ്മുടെ ഈ വീഡിയോ ആയിട്ട് അലൈൻമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വളരെ എനർജറ്റിക്കായിട്ട് തന്നെ ഇരിക്കുക. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും അത് ആ നിമിഷം മുതൽ നിങ്ങളായിട്ട് റെസിനേറ്റ് ആവുന്നതായിരിക്കും. 1 മാസം കഴിഞ്ഞ് കണ്ടാലും, 5 ദിവസം കഴിഞ്ഞ് കണ്ടാലും, 1 വർഷം കഴിഞ്ഞ് കണ്ടാലും അങ്ങനെയാവുന്നതായിരിക്കും. ഒരു ജനറൽ ഊർജ്ജം എടുത്തിട്ട്, ആ ജനറൽ എനർജി എടുത്തിട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ഒരു ഏറെക്കുറെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നതാണെങ്കിൽ നിങ്ങൾക്കിതൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിറഞ്ഞ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്നേഹം വളരെ ഗാഢമായി തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ലൈക്ക് ബട്ടണിലൊന്ന് അമർത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണേ എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വരുന്ന വീഡിയോകളെല്ലാം തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അമർത്താൻ മറന്നേക്കല്ലേ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എപ്പോഴായാലും ഈ ലവ് റീഡിങ് മാത്രം കാണരുത്. ഓവറോൾ എനർജിയെക്കുറിച്ചും കരിയറിനെ കുറിച്ചും ഉള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് മറ്റുള്ള ചാനലിലായാലും ശരി, അതൊക്കെ ഇടയ്ക്ക് കാണണം. ലവിനെ കുറിച്ച് മാത്രം കാണരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. മുകളിൽ കാണുന്നതാണ് വാട്സാപ്പ് നമ്പർ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി, അവൻ അല്ലെങ്കിൽ അവൾ, കാമുകനോ കാമുകിയോ ഭാര്യയോ സുഹൃത്തോ എക്സ്ട്രാ അഫെയറോ എന്ത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നമ്മൾ യാതൊരു തരത്തിലുള്ള നിങ്ങളുടെ ബന്ധങ്ങളെയും ജഡ്ജ് ചെയ്യുന്നില്ല, നിങ്ങളെയും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വ്യക്തിയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കുക. അപ്പോൾ നല്ലൊരു സ്പ്രെഡ് കിട്ടട്ടെ. സ്പ്രെഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക. Three of Pentacles, Ten of Swords, the Fool, Two of Cups, the Hermit, Ten of Pentacles, Three of Swords, Five of Cups, the Star, and 4, 6, 8. ഡെത്ത്. അപ്പോൾ ഇത്രയും മതി കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് സ്പ്രെഡിലേക്ക് പോകാം. ഇത് മിക്കവാറും ഈ ബന്ധം നിലവിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് റിലേഷനിലായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് ഒട്ടും സംസാരം ഉണ്ടാവില്ല. ചിലരുടെ കാര്യത്തിലെങ്കിലും ചെറിയ സംസാരം ഉണ്ടാകും. പക്ഷേ ആ സംസാരം എന്ന് പറയുന്നത് ഏതോ പരിചയമുള്ള അന്യരോട്, എന്നോ കണ്ടു മറന്ന ഒട്ടും അടുപ്പമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഉണ്ടാവില്ല. ചിലപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസും മറ്റുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയൊരു ബന്ധമുണ്ടാവും ചിലവരുടെ കാര്യത്തിൽ അതുപോലും അവർ പരസ്പരം വിച്ഛേദിച്ചിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരുപാടധികം അവരെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഗാഢമായി തന്നെ ആ വ്യക്തിയെ, അവനെ അല്ലെങ്കിൽ അവളെ, അത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഭാര്യ ഭർത്താവ് ആവാം, കാമുകൻ കാമുകിയാകാം, എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം. ഇനി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം പെടുമല്ലോ. അതിനിപ്പോൾ സഹോദരനോ സഹോദരിയോ ആരുമായിക്കൊള്ളട്ടെ, അവരുമായിട്ട് വളരെ ഗാഢമായിട്ടുള്ളൊരു സ്നേഹം പുലർത്തിക്കൊണ്ട് വന്നിരുന്നതാണ് നിങ്ങൾ.
എന്നാൽ അത് പിരിയാനുള്ളൊരു കാരണമായിട്ട് മെയിനായിട്ട് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഭൂരിഭാഗം പേരുടെ കാര്യത്തിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നിയ ഇഷ്ടമായിരിക്കാം, അത്തരത്തിലുമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ സഹപ്രവർത്തകരുടെയോ സമൂഹത്തിൻ്റെയൊക്കെ സമ്മർദ്ദം എന്ന് പറയുന്നതും അവരെയും മൊത്തത്തിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റ് ഗെയിമിംഗ് വളരെ പാഷനായിട്ടുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഭയങ്കര അഡിഷൻ ആയിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ ചിലവർക്ക് ട്രേഡിംഗ് ആയിരിക്കാം, ചിലവർക്ക് ക്രിക്കറ്റ് ആയിരിക്കാം, ഫുട്ബോൾ ആയിരിക്കാം, ഗെയിമിംഗ് ആയിരിക്കാം, കൂട്ടുകാരൊപ്പം പുറത്ത് പോകുന്നതായിരിക്കാം. ഇതൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് നമുക്ക് ജനറലി വിളിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ദാമ്പത്യ ജീവിതമൊക്കെ ആണെങ്കിൽ അമ്മായിയമ്മ, അമ്മാനച്ചൻ, നാത്തൂൻ, അങ്ങനെ പല വിധത്തിൽ അമ്മാവൻ, അമ്മായി, അയൽവക്കക്കാർ, അങ്ങനെ പല വിധത്തിൽ അതിന് ഒരു തേർഡ് പാർട്ടി സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ റിലേഷനിലാണെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ കാര്യമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ആ പിരിയേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത എല്ലാ തരത്തിലുള്ള എനർജിയും നഷ്ടപ്പെട്ട്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനും നഷ്ടപ്പെട്ട്, അവർക്ക് വളരെ വലിയൊരു നിരാശയോടെ അവരുടെ ഊർജം മൊത്തം പോയി അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു സിറ്റുവേഷനിലാണ്. ഒരു പക്ഷേ ചിലരുടെ കാര്യത്തിലെങ്കിലും അവർ വ്യക്തമായൊരു മറുപടികൾ പറയാതെ ആയിരിക്കാം നിങ്ങളോട് പോയിട്ടുള്ളത്. നിങ്ങളെ തീർത്തും അവഗണിച്ച് നിങ്ങൾക്കൊരു പരിഗണനയും തരാതെ പോയിട്ടുള്ളതായിരിക്കാം ചിലരുടെ കാര്യത്തിലെങ്കിലും. അങ്ങനെ പോകാനുള്ള കാരണമെന്ന് പറയുന്നത് അവരെ അത്രയധികം ആ തേർഡ് പാർട്ടി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിൻ്റെ പേരിൽ അവർക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള അവർക്ക് ഗാഢമായ ദുഃഖം അവരെ ഓരോ നിമിഷവും വിഷമിപ്പിക്കുന്നുണ്ട്. അവരെ കുടുംബത്തിലോ കൂട്ടുകാരോടൊപ്പം ഒന്നും വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചില വീഡിയോകളിൽ പറയാറുണ്ട്, പക്ഷേ ബാഹ്യമായിട്ട് നമ്മൾ പുറത്തൊക്കെ വെച്ച് അവരെ കാണുമ്പോൾ നമുക്ക് ആ ഫീല് തോന്നണമെന്നില്ല. പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ മ്യൂച്വൽ ഫ്രണ്ട്സൊക്കെ ഉള്ളതാണെങ്കിൽ അവരോടെല്ലാം തന്നെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ അവർ വളരെ ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ വലിയ താല്പര്യമുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടപ്പെട്ടവരോട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലോ, അല്ലെങ്കിൽ നിങ്ങളിടുന്ന വാട്സാപ്പ് സ്റ്റാറ്റസുകളിലോ ഒക്കെ തന്നെ അവർ നോക്കി നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ്. അതിനി കടന്നിട്ട് ഇനി എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രകൃതി നിശ്ചയം കൂടിയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഈ ബന്ധം വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നുവെങ്കിൽ, എല്ലാവരുടെ കാര്യത്തിലും അല്ലെങ്കിലും കുറേ പേരുടെ കാര്യത്തിലെങ്കിലും തീർച്ചയായിട്ടും ഈ ബന്ധം തിരിച്ചു വരുമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തെ പരീക്ഷിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു കാരണമായിട്ട് ഒരുപക്ഷെ ഇതിനെടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അപ്പോൾ അങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കിടന്ന് അവർ മാനസികമായിട്ട് മൊത്തത്തിൽ തളർന്നു പോയി. അവർക്ക് ചുറ്റുമുള്ള സ്നേഹവും ഒന്നും തന്നെ അവർക്ക് കാണാൻ പറ്റിയില്ല. ഫ്രണ്ട്സിനോടൊപ്പം മറ്റുള്ള അടിച്ചുപൊടികളിലൊന്നും തന്നെ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെ അറിയാവുന്നവരോടൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ്. ഇതേ സമയം ഇവർ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തിയിരുന്നു. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും ഞാൻ അവരെ വിട്ടിട്ട് പോയത് ശരിയാണോ എന്നുള്ള ആത്മപരിശോധന ആ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് എടുക്കുകയുണ്ടായി. ആ എടുത്തതിൻ്റെ ഫലമായിട്ട് അവർ തിരിച്ചറിയുകയാണ് ആ സ്പ്രെഡ്. അതാണ് ആ ഒരു പ്രത്യേകത. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അവർ ആത്മപരിശോധന നടത്തി. ഈ ഹെർമിറ്റ് എന്ന് പറയുന്നൊരു മേജർ ആർക്കാന കാർഡാണ്. നമുക്ക് പ്രകൃതി അത് സംഭവിക്കേണ്ടതാണ്. നമ്മൾ സ്വയം ഒരു വിശകലനം ചെയ്യേണ്ട. ആ വ്യക്തിക്ക് ബന്ധത്തെക്കുറിച്ച് നല്ല അറിവുള്ളതാണ്, നിങ്ങളെക്കുറിച്ച് അറിവുള്ളതാണ്, എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും അറിവുള്ളതാണ്. ആ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയ സമയത്ത് ഹെർമറ്റിനെ പോലെ ആത്മപരിശോധന നടത്തുകയാണ്. ആത്മപരിശോധന നടത്തിയ സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു നിധി തന്നെയായിരുന്നു. ഒരു കുടുംബം പോലെ, ഒരു ഭാര്യ ഭർത്താവിനെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ പോലെ, നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും മോശമായ സമയത്തും സന്തോഷം നിറഞ്ഞ സമയത്തും എല്ലാം തന്നെ അവരേറ്റവും കൂടുതൽ സമയം എൻഗേജ് ആക്കിക്കൊണ്ടിരുന്നത് നിങ്ങളോടൊപ്പമായിരുന്നു. അതിലവർ
ഹാപ്പി ആയിരുന്നു, ഒരു കുടുംബം പോലെ, അത്രയ്ക്ക് ഒരു കുടുംബം. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലവരുടെ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കാം, ഇനി കാമുകൻ കാമുകിയായിരുന്നാലും എക്സ്ട്രാ റിലേഷനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ. അതായത് എന്തൊക്കെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവരിപ്പോൾ എവിടെ പോകുന്നു, ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ അറിയാം അവരെവിടെയാണ്. അവരിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ബാങ്കിൽ പോയേക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അവർ ഡ്രസ്സ് എടുക്കാൻ പോയിക്കോണം, ഈ സമയം വീട്ടിലെത്തും, 2 മണിക്ക് വീട്ടിലെത്തും. കാരണം അത്രയ്ക്ക് അപ്ഡേഷൻ, ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്ക് അപ്ഡേഷൻ, ഡേ ടു ഡേ, അവർ ടു അവർ അപ്ഡേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത്ര ഗാഢമായിട്ടുള്ളൊരു റിലേഷനായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അവർക്ക് പ്രാധാന്യം അർഹിച്ചിരുന്ന വ്യക്തിയാണ് എന്നുള്ളത് ആ ആത്മപരിശോധനയിലൂടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഇതൊന്നും തന്നെ ചിന്തിക്കാനുള്ള ഒരു മനസ്സിന് തെളിമ അവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് വലിയ ആഘാതമായിരുന്നു ശരിക്കും പറയാം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. അതിന് ചിലപ്പോൾ കാരണങ്ങൾ പോലും അവർക്ക് വ്യക്തമായിട്ട് ഇന്ന് ഓർക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ ബന്ധങ്ങൾ ഇത്തരത്തിലായിട്ട് ഒരു പക്ഷേ മാസങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ചിലരുടെ കാര്യത്തിലെങ്കിലും 1-2 വർഷങ്ങൾ ആയിട്ടുണ്ടാവാം. എങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഈ സമയം പല ഈ ഹെർബറ്റിനെ പോലെ ചിന്തിച്ച് പല സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത സമയത്ത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ പുതിയ തുടക്കം ദി സ്റ്റാറാണ് വന്നിരിക്കുന്നത്, അതൊരു മേജർ ആർക്കാന കാർഡാണ്. അതോടൊപ്പം തന്നെ ഫൂളും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം, ഒരുപാട് അകന്നു പോയി, നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചു, വാസ്തവമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇനിയൊരു തുടക്കമെന്ന് പറയുന്നത് ഈ ഫൂളിനെ പോലെ ആയിരിക്കും, ഒരുപാട് ഗാഢതയോടെ, പണ്ടത്തെ ആ വലിയൊരു ഇഷ്ടത്തോടെ ഇനിയൊരു സ്റ്റാർട്ടിങ് പെട്ടെന്ന് പോസിബിൾ അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ആ സ്റ്റാർട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചിലവരുടെ കാര്യത്തിലെങ്കിലും അത് വളരെ ആശ്വാസം പകരുന്നതാണ്. കാരണം വൈകി കിട്ടിയ നീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ, ഇനി അതൊരു പ്രണയമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളുടെ നിരപരാധിത്വം ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഇല്ല കഥകളൊക്കെ പ്രചരിപ്പിച്ച് നിങ്ങളെ വളരെ മോശക്കാരനായിട്ടോ മോശക്കാരിയായിട്ടോ ചിത്രീകരിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ അവരെ അകറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ വ്യക്തി ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അവനുമായിട്ടൊരു ബന്ധം, ഒരു ചെറുതായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ടൊരു ചെറിയൊരു ബന്ധം, എനിക്ക് പറ്റിപ്പോയ ആ പിഴവിന് എനിക്കിനി ചോദിക്കാൻ പറ്റുന്നൊരു മാപ്പാണ്, അല്ലെങ്കിൽ പഴയ പോലെ ഞങ്ങൾക്ക് ഒരിക്കലും ആവാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്നത്ര അവനോട് ചേർന്നിരിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അവളോട്. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇന്ന് നിങ്ങളോടുള്ളത് ഏറ്റവും ശക്തമായിട്ടുള്ള 2 കപ്സിൻ്റെ എനർജിയാണ്. അതായത് പെയർ എന്ന് പറയുന്ന എനർജി, അവരുടെ പെയറായിട്ട് തന്നെയാണ് അവർ മനസ്സിൽ നിങ്ങളെ സങ്കല്പിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഗാഢമായ പ്രണയം അതേ ശക്തിയോടെ തന്നെ ആ നിറഞ്ഞ അന്നത്തെ മനസ്സോടുകൂടി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആഗ്രഹിക്കാൻ കാരണം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു പോലെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, അവർ കാരണം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ദുഃഖത്തിൻ്റെ ആഴം ഹെർമെറ്റിനെ പോലെ ചിന്തിച്ചപ്പോൾ അവർ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം അന്നത്തേക്കാളും ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ വല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ആ വ്യക്തി അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ പോരായ്മ ഒരു പക്ഷേ അന്ന് അവരുടെ കണ്ണ് മൂടിക്കെട്ടി എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. അതിന് നമ്മുടെ ആചാരപ്രകാരമൊക്കെ വേറെ രീതിക്ക് പറയും, പക്ഷേ ഞാൻ അന്ധവിശ്വാസങ്ങളിലേക്ക് ആരെയും തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ല, അതിനാൽ തന്നെ ഞാനത് ഉച്ചരിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ തേർഡ് പാർട്ടികൾ വളരെ വലിയ രീതിക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരു വ്യക്തികളായിരുന്നു എങ്കിൽ, ഇനി ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ രീതിക്ക് അതൊരു പാഷനൊക്കെ ആയിരുന്നുവെങ്കിൽ ആ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം തന്നെ ഞാൻ ഇവരെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു, അതായത് നിങ്ങളെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന ഒരു റിയലൈസേഷനൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തുള്ള ആ പ്രണയമാണ്, ആ പഴയ പ്രണയമാണ്, ആ പഴയ സന്തോഷം നിറഞ്ഞ സമയമാണ്. എങ്കിൽ പോലും അവർക്കറിയാം കാലം, സമയം, സാഹചര്യം എല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. എങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട്
പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്പ്രെഡ് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ കമൻസിലും വാട്സാപ്പിലും പലരും കോഡ് തന്നെ വിളിച്ചു ചോദിക്കും, ഇത്രയും നെഗറ്റീവൊക്കെ ഇടല്ലേ എന്ന്. അത് മനഃപൂർവ്വമല്ല, നമ്മൾ എടുക്കുന്ന സ്പ്രെഡ് എന്തായാലും അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ആ സ്പ്രെഡുമായിട്ട് റെസിനേറ്റ് ആവുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് ഈ സ്പ്രെഡുമായിട്ട് റെസിനേറ്റ് ആവുന്നത് എത്ര പേർക്കാണെന്ന് അറിയില്ല. ചിലപ്പോൾ 500 പേരായിരിക്കാം, ചിലപ്പോൾ 5000 പേരായിരിക്കാം, ചിലപ്പോൾ 15000 പേരായിരിക്കാം, ചിലപ്പോൾ 1000 പേരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ കമൻറ്റ് ബോക്സിൽ 111 എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിഗണനയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഈ 111നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹം യൂണിവേഴ്സിനോട് ക്ലൈം ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി എഴുതി ചേർക്കണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുകളിൽ കാണുന്നതാണ് നമ്മുടെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലോ ഫിനാൻസിലോ കരിയറിലോ ഇനി ഓവറോൾ എനർജിയിലോ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ ഗൈഡൻസ് വേണമെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു മെസ്സേജുമായിട്ട് അടുത്ത ദിവസം രാവിലെ കാണാം.